എറണാകുളത്ത് ഈ അടുത്തിടെ മിന്നൽ പണിമുടക്കുണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബസ് ഡ്രൈവർമാർക്കിടയിൽ, പ്രൈവറ്റ് ബസ് ഉടമസ്ഥർക്കിടയിൽ. കാരണം മറ്റൊന്നുമല്ല, അതായത് പ്രൈവറ്റ് ബസ്സിലെ ഒരു ഡ്രൈവറിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തു. സ്പെഷ്യൽ സ്ക്വാഡ് മിന്നൽ പരിശോധന നടത്തിയപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് അവർ മിന്നൽ പണിമുടക്ക് നടത്തിയത്. അപ്പം ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടിയോടുകൂടി ശക്തമായിട്ട് ഇതിനെ വിമർശിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മിന്നൽ പണിമുടക്ക് നടത്തിയിട്ടുള്ള പ്രൈവറ്റ് ബസ്സിന്റെ എല്ലാത്തിന്റെയും ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബസ്സുകൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടി തന്നെ എടുത്തിരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്. കാരണം എത്രയോ സാധാരണ ആളുകളാണ് ഈ പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിച്ചു പോകുന്നത്. ഷോപ്പിൽ പണിയെടുക്കുന്ന സെയിൽസ് ഗേൾ, അതുപോലെ തന്നെ സെയിൽസ്മാൻമാര്, അങ്ങനെ കുട്ടികള്, വിദ്യാർത്ഥികള്, ഇവരെല്ലാവരും ബസ്സിൽ പോകുന്ന ആളുകളാണ്. നമ്മുടെ ജനസംഖ്യയിൽ ഏറ്റവും ഭൂരിഭാഗം എന്ന് പറയുന്ന സാധാരണ ജനങ്ങളാണ്, മിഡിൽ ക്ലാസ് ആണുള്ളത്. അപ്പം അവരുടെ ജീവിതത്തിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ഒരു അറിയിപ്പുമില്ലാതെ മിന്നൽ പണിമുടക്ക് നടത്തിയിട്ടുള്ളവർക്കെതിരെ ഒന്നും കീഴ് നോക്കാതെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുകയും കൂടാതെ ആ റൂട്ടിൽ പണിമുടക്ക് കഴിഞ്ഞാലും KSRTC ബസ്സുകൾ ഓടിക്കുന്നതായിരിക്കും. അതിനുള്ള ബസ്സും ഡ്രൈവേഴ്സും എല്ലാവരും തന്നെ കൃത്യമായിട്ട് KSRTCയിൽ ഉണ്ടെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി പറയുന്നത്. ഈ മിന്നൽ പണിമുടക്ക് നടത്തിയതിനുള്ള ഒരു കാരണം എന്താണ് പറയുന്നത് എന്ന് അറിയാമോ? അതായത് മുൻകൂട്ടിയിട്ട് അറിയിപ്പ് തരാതെ പരിശോധന ബസ്സുകളിൽ നടത്തുന്നു എന്ന്. പ്രൈവറ്റ് ബസ്സുകളിൽ പല ഡ്രൈവേഴ്സും അതുപോലെ തന്നെ ക്ലീനർമാരും കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിട്ട് ഡ്രൈവ് ചെയ്യാറുണ്ട്, മദ്യപിച്ച് ഡ്രൈവ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് ഗവൺമെന്റ് മുൻകൂട്ടിയിട്ട് പരിശോധന നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് വിവരം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമായില്ല അവർക്ക്. ഇതെല്ലാം മറച്ചു വെക്കാന് അതുപോലെ തന്നെ ഇതെല്ലാം എടുത്തു കളയാനൊക്കെ ഭയങ്കര സുഖമായിരിക്കും. ഇത്തരത്തിൽ മിന്നൽ പരിശോധന ഉണ്ടെങ്കിൽ മാത്രമല്ലേ കൂടുതൽ ശ്രദ്ധയോടുകൂടി ആളുകൾ പോവുകയുള്ളൂ. 50-60 പേര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിൽ ഇതുപോലെ കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് ഡ്രിങ്ക് ചെയ്തിട്ട് ബസ് ഡ്രൈവർമാര് ബസ് ഓടിച്ചു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ വീടുകളിൽ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ചെറിയ കുട്ടിയടക്കം നമ്മുടെ വീടുകളിൽ അമ്മമാരെയും അച്ഛന്മാരെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളെയും ഒക്കെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ഇവർക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപകടം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ കുട്ടികളുടെ എല്ലാം അവസ്ഥ എന്ന് പറയുന്നത്? ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. ഇത്രമാത്രം ശ്രദ്ധിച്ചിട്ടും നമ്മുടെ കേരളത്തിലുള്ള റോഡുകളിൽ എന്നും യഥേഷ്ട അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതും കൂടെ ആകുമ്പോ എന്തായിരിക്കും അവസ്ഥ?